Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്ങുഴി. BMC ഗ്ലോബൽ ലൈവ് മെഗാ മാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് 2 നർത്തകിമാരാണ് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. ഇതിൽ ഒരാൾ +2 വിദ്യാർത്ഥിനിയാണ്, അടുത്തയാൾ ഒരു ആയുർവേദ ഡോക്ടറാണ്. നമുക്കാദ്യം അവരെ പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം. BMC ഗ്ലോബൽ ലൈവ് മെഗാ മാർട്ട് ബിഗ് ലവിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ആയുർവേദ ഡോക്ടറാണ് അല്ലേ? അതിനേക്കാളുപരി നല്ലൊരു നർത്തകിയാണ് അല്ലേ? പേരെന്താണ്? ഡോക്ടർ തീർത്ഥരാജ്. ഡോക്ടർ തീർത്ഥരാജ്. നാട്ടിലെവിടെയാണ്? ഞാൻ കണ്ണൂരാണ്, തലശ്ശേരിയിൽ. കണ്ണൂർ തലശ്ശേരിയാണ്. നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാം. എന്താണ് പേര്? വരദ പവിത്ര. വരദ പവിത്ര. എവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ഞാനിപ്പം 11th 12th ബഹ്റിനിലാണ് ചെയ്തത്. 10th വരെ നാട്ടിലായിരുന്നു. അതിനു മുമ്പ് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്ത്? ഞാൻ സൗദിയിലായിരുന്നു. എൻ്റെ ഒരു 2nd സ്റ്റാൻഡേർഡ് വരെ അവിടെയാണ് പഠിച്ചത്. പിന്നെ നാട്ടിൽ പോയി. അവിടെയാണോ ജനിച്ചത്? സൗദിയിൽ? ജനിച്ചത് വളർന്നതല്ല. 10 years അവിടെയായിരുന്നു. അവിടെയായിരുന്നു. എവിടെ? നാട്ടിലെവിടെയാ? കണ്ണൂർ തലശ്ശേരി. കണ്ണൂർ തലശ്ശേരി. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത്? ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് വഴി, ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് വഴി കണക്ഷൻ ആയതാണ്. അങ്ങനെയാണ്. അങ്ങനെ രണ്ടുപേരും നർത്തകി എന്നുള്ള നിലയിലാണ് കൂടുതൽ ഒരു ബന്ധം വന്നത് അല്ലേ? എത്ര വർഷമായി നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്? ഐ തിങ്ക് ഒരു 5-6 months അത്രേ ആയുള്ളൂ. നിങ്ങൾ തമ്മിൽ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്തിട്ടുണ്ടോ അവിടെ? ഇല്ല, ഇതാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നൃത്തം ചെയ്ത വേദി. ഇപ്പൊ ഈ കഴിഞ്ഞ ഏതോ ദിവസം ഡാൻസ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? നല്ലതായിരുന്നു. ഞങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് വരെ ഭയങ്കര ഒരു ക്ലോസ് കണക്ഷൻ ഉണ്ടായി എനിക്ക് ഇവളുമായിട്ട്. അപ്പം മോറോവർ ഫ്രണ്ട് ഓർ ജൂനിയർ എന്നതിനെക്കാട്ടും എനിക്കൊരു സിസ്റ്ററായിട്ടാണ് അവൾ തോന്നിയിട്ടുള്ളത്. അപ്പം മോർ ക്ലോസ് ആയത് ഇപ്പോൾ ഈ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഉള്ള കാരണമാണ്. പിന്നെ ഡാൻസും കൂടി ആയപ്പം ഞങ്ങളുടെ 2 പേരുടെയും ഇൻട്രസ്റ്റാണ്, കോമൺ ഇൻട്രസ്റ്റാണ്. അപ്പം അങ്ങനെ മോർ ഇൻവോൾവ് ആയി. നിങ്ങൾ തമ്മിൽ അത്യാവശ്യം പ്രായ വ്യത്യാസം ഉണ്ടാവും അല്ലേ? പക്ഷേ വ്യൂവില് നിങ്ങളെ അങ്ങനെ തോന്നത്തില്ല. രണ്ടുപേരും സെയിം ഏജ് ആയിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നന്നായിട്ട് അങ്ങനെയും പറയാൻ വേണമെങ്കിൽ. ഓക്കെ, ഏതായാലും നമ്മുടെ പ്രൊഫഷനിലോട്ട് വരാം. ആയുർവേദമാണ് അല്ലേ? എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട്, മീൻസ് ആയുർവേദം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഒരു 9th സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേക്കും ആയുർവേദം മൈൻഡിൽ ഫിക്സ്ഡ് ആയിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും ആയുർവേദ ഡോക്ടർ ആവണമെന്നുള്ളൊരു സാധനം മനസ്സിലുണ്ടായിരുന്നു. അപ്പം മോർ ദാൻ അലോപ്പതി, അപ്പം എല്ലാവരും ചോദിക്കുമായിരുന്നു എന്താ അലോപ്പതി ചൂസ് ചെയ്യേണ്ടുന്നത്. പക്ഷെ മോർ ദാൻ അലോപ്പതി ആയുർവേദ ലൈഫ് സ്റ്റൈൽസും പിന്നെ അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ആൾക്കാർക്ക് എത്തിക്കണം എന്നുള്ളൊരു സാധനം മനസ്സിലുണ്ടായതുകൊണ്ട് ആയുർവേദം പ്രിഫർ ചെയ്തു. അങ്ങനെയല്ല, എക്സാമിനേഷൻ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഹിസ്റ്ററി എടുത്ത് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഈ രോഗത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്നുള്ളൊരു കണ്ടുപിടിക്കാനുള്ളൊരു ഇതാണ് ആദ്യം നടത്തുക. അപ്പം ഞങ്ങളിങ്ങനെ ചോദിച്ച് എന്താണ് അതിൻ്റെ കോസ് എന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കാനാണ് ഫസ്റ്റ് പറയാം. എന്നിട്ട് ആണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പഥ്യം ഒരു മസ്റ്റ് ഘടകമാണ് ആയുർവേദത്തിൽ. അപ്പം പലവർക്കും അതാണ് ഒരു മെയിൻ പ്രശ്നം വരുന്നത് ആയുർവേദം എന്ന് പറയുമ്പോൾ. പഥ്യം അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തടത്തോളം കാര്യം
എത്രയും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ബാക്കി കാര്യങ്ങൾ 1 by 1 ആയിട്ട് ട്രീറ്റ്മെന്റ്. ഓക്കെ ഫൈൻ. മോളു എന്തൊക്കെയാണ്, സുഖമാണോ? ഇപ്പൊ ഇവിടെ +2 കഴിഞ്ഞു. ഇനി നാട്ടിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പോവാണ് അല്ലേ? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? LLBക്ക് പോകണമെന്നാണ് പ്ലാൻ. അപ്പോൾ അതിന്റെ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. തന്നെ ഒരു വക്കീലാവണം എന്ന് കുട്ടിക്കാലം മുതലേ ആഗ്രഹമുണ്ടായിരുന്നോ, അതോ ഇയാളെ പോലെ 9ാം ക്ലാസ് അങ്ങനെ തുടങ്ങിയതാണ്? എനിക്ക് 10th തൊട്ട് ആക്ച്വലി LLB ഭാഗ്യം 10th തൊട്ട് തുടങ്ങിയത്. ഓക്കെ. അപ്പം 10th തൊട്ടായിരുന്നു. ഞാൻ 10th നാട്ടിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങള് നിൽക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കോടതിയായിരുന്നു. അപ്പം ദിവസവും അഡ്വക്കേറ്റ്സിനെ കാണും. അപ്പം നമ്മൾ നിൽക്കുന്നത് അഡ്വക്കേറ്റ്സ് ഇങ്ങനെ അവരെ കക്ഷികളായിട്ട് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കാണും. സോ അങ്ങനെ കണ്ട് അതിനോടൊരു ഇഷ്ടം തോന്നി, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. അങ്ങനെ അതാണ്. അതെ. ആയുർവേദ ഡോക്ടർമാരെ കണ്ടിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരെ അധികം കണ്ടൊരു പരിചയം. അപ്പൊ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ, അതോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ വക്കീലായതിനു ശേഷം? എനിക്കൊരു കമ്പ്യൂട്ടറിൽ മുന്നിൽ നിന്ന് ജോബിനെക്കാട്ടും എനിക്ക് കൂടുതലും ഒരാളെ ഒരു എന്താ പറയുക, ഇപ്പം ഒരു ഡോക്ടർ എങ്ങനെയാണ് ഒരാളെ ജീവൻ രക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ലോയർ ഒരാളെ എന്താ പറയുക ചെയ്യാത്ത കുറ്റത്തിൽ നിന്ന് അവരെ രക്ഷിക്കലെങ്കിൽ അവർക്കൊരു നീതി, ജസ്റ്റിസ് കൊടുക്കുക എന്ന് പറയുന്നത് അതുപോലെ ഒരു വലിയ കാര്യമല്ല. അപ്പൊ അത് ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശം അല്ല. അങ്ങനെ ഇപ്പൊ ഒരു വക്കീലായി കഴിഞ്ഞാല് 100% നീതി പുലർത്തിക്കൊണ്ട് സ്വന്തം തൊഴിൽ ചെയ്യൂ, അതോ കുറെ കഴിഞ്ഞിട്ട് കാശൊക്കെ കിട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് ഒന്ന് മാറി ചിന്തിക്കാനുള്ള? അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ഇപ്പൊ എല്ലാരും തോന്നാൻ ചാൻസ് എന്തായാലും നീതി പുലർത്തുന്ന ഒരു വക്കീലാവാനാണ് ആഗ്രഹം. എങ്ങനെ വീട്ടിൽ നിന്ന് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ? പാരന്റ്സും സിബ്ലിംഗും എല്ലാം നല്ല സപ്പോർട്ടീവ് ആണ്. അല്ലാതെ അവർക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല, അവര് അങ്ങനെയൊന്നുമില്ല. എന്റെ അമ്മക്ക് ആക്ച്വലി ലോയർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അമ്മക്ക് പറ്റിയില്ല. അപ്പം ഞാൻ ആകുന്നു എന്ന് കേട്ടപ്പോ അമ്മ വാസ് വെരി ഹാപ്പി. പപ്പയായാലും ഏട്ടനായാലും ചേച്ചിയായാലും എല്ലാവരും സപ്പോർട്ടീവാ. അതെല്ലാം നല്ല ഒരു അടിപൊളി. ഏത് ലോയർ ആവാനാണ് ഇഷ്ടം? ഇപ്പം നിലവില് ക്രിമിനൽ അല്ല, കോപ്പറേറ്റീവ് ലോയർ ആവാനാണ് ഉദ്ദേശം. പിന്നെ കോളേജിലും കിട്ടി നമുക്കൊരു പ്രൊഫഷൻ എടുത്ത് പഠിക്കുമ്പോഴാണല്ലോ മനസ്സിലാവുക നമ്മൾ ഏതായിരിക്കും നല്ലത്. ക്രിമിനൽ ആവണോ? അതെ. അല്ല, ഇയാളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ? അതെ, ഉണ്ട്. അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവരും നല്ല സപ്പോർട്ടീവ്. അപ്പം എന്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് ആരും ലോയില് പോകുന്നില്ല, ബട്ട് അവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. ഒരു ലോയർ ആവാനുള്ള ലുക്കൊക്കെ ഉണ്ടെന്നോ അല്ലേ? അല്ലേ, ഡോക്ടറും കൂടി സപ്പോർട്ട് ചെയ്യണം. ഫുള്ളി സപ്പോർട്ടഡ് അല്ലേ? പിന്നെ ഈ നൃത്തത്തിലോട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 4 years ആയിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്, ഭരതനാട്യം എല്ലാം. അപ്പം ഗുരുവായൂരിന് അരങ്ങേറ്റമൊക്കെ നാട്ടില് PT ടീച്ചറിന്റെ കീഴിലായിരുന്നു പഠിച്ചത്. അന്നൊട്ടേ ഡാൻസ് സ്റ്റേജസിലായാലും എല്ലാം കളിക്കുന്നുണ്ട്. സോ അന്നൊട്ടേ ഡാൻസ് എപ്പോഴും ഒരു പാഷനായിട്ടുണ്ട്. ഡോക്ടർ ഇവിടെ ജനിച്ചു വളർന്നത് അല്ലേ? അപ്പൊ ഈ കലാ ജീവിതം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 5 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ശ്രീ ശുഭ ടീച്ചറിന്റെ അണ്ടറിൽ പഠിച്ചു. അതെ, 10ാം വയസ്സില് അരങ്ങേറ്റം ഇവിടെ BKS വെച്ച് നടത്തി. പിന്നെ ഒരു 2 വർഷമേ കണ്ടിന്യൂ ചെയ്തുള്ളൂ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് നിന്നു. പക്ഷെ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടുമ്പോൾ വിടാണ്ട് പിടിക്കാറുണ്ട്. അങ്ങനെയാണ്. അല്ലാതെ എന്തെങ്കിലും വ്യത്യസ്തമായ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഒരു ഡ്രാമ ഡാൻസ് ചെയ്തിട്ടുണ്ട് അനിൽ പനച്ചൂരാന്റെ അണ്ടറിൽ. അന്ന് ലാൽ ജോസ് സാറും അനിൽ പനച്ചൂരാൻ സാറും ലാൽ ജോസ് സാറൊക്കെ വന്നൊരു പരിപാടിക്ക് ഒരു ഡ്രാമ ഡാൻസ് സാറിന്റെ തന്നെ പാട്ടിന് വലയിൽ വീണ കിടികളാണെന്ന് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ, വളരെ അനിൽ പനച്ചൂരാൻ സാറിന്റെ വർക്ക്സ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ലാൽ ജോസ് സാർ ഇത് പെർഫോമൻസ് കണ്ടിട്ട് ഒരു പ്രൈസ് വാങ്ങിക്കാനുള്ളൊരു, എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? പ്രൈസ് തരുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിച്ചു? പറഞ്ഞു നല്ലോണം കളിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇപ്പോഴും എനിക്ക് കേൾക്കാം. അന്ന് കേട്ടാലോ നമുക്ക്? അയ്യോ, അന്ന് ഡോക്ടർ അല്ലായിരുന്നല്ലേ? അന്ന് ഡോക്ടറായിരുന്നില്ല, ചെറിയൊരു 9ാം ക്ലാസ്സിലായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് പുള്ളിക്കാരെ അന്ന് സംസാരിച്ചൊന്ന് കേട്ടാലോ?
മോള് തീർത്ത ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടാണ് മോള് ഡാൻസ് ചെയ്തത്. മോള് ഒരുപാട് വേദങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതെ, അതേപോലെ തന്നെ സംഭവിച്ചു അല്ലേ? അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് നല്ല ഒരു നർത്തകിയായി മാറി, അതിലേറെ നല്ലൊരു ആയുർവേദ ഡോക്ടർ ആയി മാറിയിരിക്കുകയാണ് അല്ലേ? പിന്നെ ഇപ്പോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനൊരു മെഡിക്കൽ കൺസൾട്ടൻസിയിൽ ഇവിടെ ബഹ്റൈനിൽ വർക്ക് ചെയ്യാണ്. ടെമ്പററി ആയിട്ട് ഇനി നാട്ടിൽ പോയിട്ടൊന്നും കൂടി പ്രാക്ടീസ് ചെയ്യാം. അത്യാവശ്യം വീട്ടിലേക്ക് ആരെങ്കിലും ചികിത്സിച്ച് തുടങ്ങി? ആരെങ്കിലൊക്കെ ഇങ്ങനെ ചോദിക്കും. ആരെങ്കിലും ഒന്ന് പെടാറുണ്ടോ? പെടാറുണ്ട് ആൾക്കാർ. വീട്ടില് അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേക്ക് അടുത്തുള്ള സൽമാനി ഹോസ്പിറ്റലിൽ പോകാൻ പറയുമോ, അതോ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചോളൂ എന്ന് പറയാറുണ്ട്? അല്ല, സ്വന്തം ഇല്ല, അവര് ചോദിക്കാറുണ്ട്. ഡോക്ടർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിയുമ്പോഴത്തേക്ക് ആയുർവേദം തന്നെ അതെ അതെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അലോപ്പതി അങ്ങനെ തള്ളി പറയാറില്ല, പക്ഷെ എമർജൻസി ഘട്ടങ്ങളിൽ അലോപ്പതി തന്നെയാണ്. പക്ഷെ പരമാവധി ഞങ്ങൾ ആയുർവേദം തന്നെ ഫോളോ ചെയ്യും. ആരോഗ്യത്തിന് ഏറ്റവും ബെറ്റർ ആയുർവേദ മെഡിസിൻസ് ആണ്? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടും വേണം, ഹാൻഡ് ഇൻ ഹാൻഡ് പോണം. ശരി. ഹോമിയോപ്പതി? ഹോമിയോപ്പതിയും ചില ഡിസീസിന് വളരെ PCOSനൊക്കെ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദിക് മ്യൂസിക്കൽ തെറാപ്പി അങ്ങനെ എന്തെങ്കിലും സംഭവം? അതെ ഉണ്ട്. അപ്പം നീലാംബരി രാഗം സ്ലീപ്പിന് നല്ല സ്ലീപ്പ് കിട്ടാൻ നീലാംബരി രാഗത്തിൽ പാട്ട് കേൾക്കുന്നത് വളരെ നല്ലതാണെന്ന് വലിയൊരു റിസർച്ച് ഞങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ അറിവ് ഉണ്ട്. അതിങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതെ, ഞങ്ങളുടെ കോളേജിൽ നിന്ന് നടത്തിയ ഒരു റിസർച്ച് ആയിരുന്നു അത്. അത് ബെനിഫിഷ്യൽ ആണ് എന്ന് കണ്ടിട്ടുണ്ട്. നീലാംബരി രാഗത്തിലെ പാട്ടുകൾ സ്ലീപ്പ് ഡിസോർഡേഴ്സിൽ വളരെ നല്ലതാണ്. ഇൻസോംനിയ അങ്ങനത്തെ ഇതിൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് നൃത്തമല്ലാതെ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ്? ഞാൻ വയലിൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ബേസിക്സ് മാത്രം. പിന്നെ ആ സമയത്ത് 10th ആയതുകൊണ്ട് ട്യൂഷൻ എല്ലാം കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അത് ബേസിക്സ് മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് ഫ്യൂച്ചറിൽ. നാട്ടിൽ പോകുമ്പോഴത്തേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള പോണമെന്നുണ്ട്. ടൈം ഉണ്ടാവും. അതെ, ഭാഗ്യം ഉണ്ടാവും. അല്ലെ, LLB-യോടൊപ്പം തന്നെ അതും കൂടി കൊണ്ടുപോകാം അല്ലെ? ഇപ്പൊ ഡോക്ടർ സ്വന്തം തൊഴിലിനോടൊപ്പം തന്നെ നൃത്തം എന്ന അനുഗ്രഹീത കലയെ കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് മുന്നോട്ട് ജീവിച്ചു പോകുന്നത് അല്ലെ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതൊരു തൊഴിലിനോടൊപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലയും കൂടി നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. പക്ഷേ തൊഴിലിനോടൊപ്പം ഒത്തിരി നമുക്ക് ടെൻഷൻസ് ഉണ്ടാവും അല്ലെ? ടെൻഷൻസ് വരുമ്പോഴത്തേക്ക് ഈ ഡാൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഒക്കെ ഒരു സ്ട്രെസ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഫിസിക്കൽ വർക്കും വരുന്നുണ്ട്, അതേപോലെ തന്നെ കണ്ടന്റ് ഒരു ഹാപ്പിയാണ്. സംഗീതവും വരുന്നുണ്ടല്ലോ. സംഗീതവും വരുമ്പോഴും അതെ, സംഗീതവും പാട്ടും കൂടി ചേരുമ്പോഴാണല്ലോ ഏറ്റവും. പാട്ട് കേൾക്കുന്നതാണെങ്കിലും ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കണ്ടന്റ് ആണ് ലൈഫിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഈ നൃത്തമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? എന്തെങ്കിലും വ്യത്യസ്തമായ? എനിക്ക് ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ഭരതനാട്യം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ട്. അതെന്തെങ്കിലും കോഴ്സായിട്ടാണെങ്കിലും പോയി പഠിക്കുന്നതാണെങ്കിൽ എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ എന്തെങ്കിലും വ്യത്യസ്തമായ പെർഫോമൻസ് ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? പലർക്കും ഇപ്പം ഒരുപാട് പേര് നൃത്തം ചെയ്യുന്നു, ഒരുപാട് പേര് പാട്ട് പാടുന്നു. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചാൽ? ആലോചിച്ചിട്ടില്ല. ആലോചിക്കാനുള്ള സമയമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ നൃത്തം ഞാൻ കഴിഞ്ഞ ഒരു വേദിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് വളരെ മനോഹാരിത ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്യൂച്ചർ ഉള്ള ഒരു ഡോക്ടറാണ്, ആയുർവേദത്തിലും ഒപ്പം നൃത്തത്തിലും. അപ്പോൾ ഇത് രണ്ടും പാരലായിട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എന്നും നല്ലതായിരിക്കും. പിന്നെ അതന്നെയാണ് ആഗ്രഹം. അല്ലാതെ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? വരയ്ക്കുകയോ പാടുകയോ? മൂളിപ്പാട്ട് പാടാറുണ്ട്. അത്രേ ഉള്ളൂ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇവിടെ തന്നെയുണ്ട്? ഇവിടെ തന്നെ. കല്യാണം കഴിഞ്ഞോ?
ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്ഡാണ്. എൻഗേജ്ഡാണ്. ഓക്കെ. മോള് എൻ്റെ വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ എനിക്കൊരു സിബ്ലിംഗ് ഉണ്ട്, ഏട്ടൻ. പിന്നെ ഏട്ടൻ മാരീഡാ, സോ എനിക്ക് സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. അങ്ങനെ. പിന്നെ നാട്ടിൽ പോകുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ ഇപ്പൊ പഠിക്കാൻ വേണ്ടിട്ട്? നല്ലൊരു എക്സൈറ്റ്മെന്റിലാണോ ഉള്ളത്? അപ്പോൾ അടിച്ചു പൊളിക്കാന്നുള്ള അങ്ങനെ വിഷമമുണ്ട് ഒബ്വിയസ്ലി, ബിക്കോസ് പപ്പയും അമ്മേനെല്ലാം വിട്ടു പോകണം. എക്സൈറ്റ്മെന്റും ഉണ്ട്, ന്യൂ ചാപ്റ്റർ അല്ലേ ലൈഫില്, നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആവാനെല്ലാം പറ്റുന്നത്. സോ അതിന്റെ എക്സൈറ്റ്മെന്റും പേടിയും ഉണ്ട്. എല്ലാം നല്ലതാണ്. പുതിയ ഫ്രണ്ട്സിനെ എല്ലാം സെറ്റ് ആക്കണം. അതെ, ഒരു പുതിയ ലൈഫിലേക്കാണ് അതെ അതെ. ഈ ഫ്രണ്ട്ഷിപ്പിനൊക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്ഷിപ്പിനൊക്കെ നല്ല വാല്യൂ കൊടുക്കാറുള്ള ആളാണ്? അതിപ്പോ ഞാൻ 10th വരെ നാട്ടിൽ പഠിച്ചോണ്ട് എനിക്ക് അവിടെയാണ് കുറച്ചുകൂടി ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉള്ളത്. സോ ഇപ്പൊ ആയാലും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ഇപ്പൊ നാട്ടിൽ വരുന്നോണ്ട് ഇപ്പൊ മീറ്റ് ചെയ്യും. സോ അവരായിട്ട് ഇപ്പൊ നല്ല കോണ്ടാക്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. ഫ്രണ്ട്ഷിപ്പിന് എന്തായാലും വാല്യൂ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഏതെങ്കിലും സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മീൻസ് ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് അല്ലേ? അങ്ങനെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ? BKS ഡ്രാമക്കൊക്കെ പോവാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പിന്നെ അതും പോയി. പിന്നെ ഇപ്പൊ കണ്ണൂർ അസോസിയേഷനിലാണ് മെയിൻ ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ പോകുന്നത്. ഏതാണ് കണ്ണൂർ ഒരുപാട് അസോസിയേഷൻ ഉണ്ട്. സർഗവേദി എന്ന് പറയാം. അതായത് കണ്ണൂരിലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും അവരുടെ സർഗവാസന വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംഘടനയാണ്. ഇപ്പൊ ഈ അടുത്താണ് അവരുടെ ഒരു വിഷു ഈസ്റ്റർ പ്രോഗ്രാം നടന്നത്. അതിലാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും ചേർന്നുകൊണ്ട് നൃത്തം ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായത് അല്ലേ? അത് തന്നെയാണ് നിങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്, ഒരുമിച്ചുള്ള ആദ്യത്തെ. അപ്പോ ഭരത ഇനിയിപ്പോ നാട്ടിൽ പോവാണ് അല്ലേ? പേര് ചെയ്തോണ്ടിരുന്ന ആളാണ്. വേറെ ആരെങ്കിലും പേര് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഡോക്ടറെ കൂടെ വേറെ ഒരു കുട്ടിയെ ചെയ്തിട്ടില്ലായിരുന്നോ? ചേച്ചി, ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ചേച്ചിന്റെ കൂടെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ സ്റ്റേജസ് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് രണ്ടാർക്കും കൂടി ചെയ്യാം. ഇപ്പൊ വരദ നാട്ടിൽ പോകുന്നത് കൊണ്ട് ഡോക്ടർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അല്ല, എന്നാലും എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, ഉള്ളി തട്ടി പറഞ്ഞാൽ മതി. ഉണ്ട്. ശരിക്കും ഭയങ്കര ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈമിൽ കമ്പനി ആയതാണെങ്കിലും ഒരു സിസ്റ്റർ വൈബ് അടിച്ചത് ഭയങ്കര സീരിയസ് ആയിട്ടാണ്. അപ്പം അവളിപ്പോ ഒന്ന് ക്ലോസ് ആയി വരുമ്പോഴത്തേക്കും നാട്ടിൽ പോവാണെന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. എനിക്കും അതെ, ബിക്കോസ് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് ലൈക് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കോൺവെർസേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഡാൻസ് പരമായിട്ടാണ് നമ്മൾ കോൺവെർസേഷൻ ഉണ്ടായതും ഒക്കെ. ഒരു പരിചയം ഇൻട്രസ്റ്റ് വന്നപ്പോഴാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തത്. പക്ഷെ തലശ്ശേരി തന്നെയായിട്ട് മീറ്റ് ചെയ്യാം. സോ ആ ഒരു ഇതുണ്ട് നാട്ടിൽ വെച്ചിട്ട്. അതെ. അതുപോലെ ഡോക്ടറുടെ ഇതുവരെയുള്ള ലൈഫില് ബഹ്റിനിലാണ് പഠിച്ചു വളർന്നതെന്ന് പറഞ്ഞു. എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബഹ്റിനിലെ എല്ലാ ഇതും നല്ലൊരു ഓർമ്മകളാണ്. ഒരു ഹോം തന്നെ പറയാം. ബഹ്റിൻ നാട്ടിലേക്കാട്ടും കൂടുതൽ അറ്റാച്ച്ഡ് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഫാമിലി ഫ്രണ്ട്സും ഇവിടെയുള്ള അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഒരു ക്ലോസ് കണക്ഷനിൽ പോകുന്നതാണ്. അപ്പം റിലേറ്റീവ്സിനെക്കാട്ടും ഒരു അറ്റാച്ച്മെന്റ് ഇവിടുത്തെ ആൾക്കാരോട് തന്നെയാണ്. അവരുടെ കൂടെ എൻജോയ് ചെയ്ത ഓരോ മൊമെന്റും വെരി സ്പെഷ്യലാണ്. ശരി. പെട്ടെന്ന് ഓർമ്മ വരുന്ന അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നോ ആരെങ്കിലും, അതായത് പെട്ടെന്ന് ആരോടെങ്കിലും നമുക്കൊരു താങ്ക്സ് പറയണമെന്ന് തോന്നുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാർ. എടുത്തു പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? പാരന്റ്സ് തന്നെയാണ് ഈ തരുന്ന സപ്പോർട്ടിന്. മീൻസ് ഇപ്പോ തൊഴിലിനോടൊപ്പം ഈ നൃത്തം എന്ന കലാരൂപത്തെ കൂടി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പേരൻസ് നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. തീർച്ചയായിട്ടും എന്റെ ഫാമിലിയിൽ നിന്ന് അത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വെരി ലക്കിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രൊഫഷനിലോട്ട് മാറിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതിൽ തന്നെ ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പലതും മറക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യാറില്ല, വർക്കൗട്ടൊന്നും ചെയ്യാതെ അത് പിന്നെ കുറേശ്ശെ അതിൽ നിന്ന് പോകും. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്ന് പറയാൻ പോകുന്നത് വിവാഹ ജീവിതത്തിലോട്ട് പോയിട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയുന്നത്. അത് പുള്ളിക്കാരൻ പറയുന്നു, നിന്റെ പ്രൊഫഷൻ മാത്രം നോക്കിയാൽ മതി, കലയിലോട്ടൊന്നും വേണ്ട.
ഇല്ല, അങ്ങനെയില്ല. അങ്ങനെയില്ല. ആള് ഭയങ്കര സപ്പോർട്ടീവാണ്. ആൾ തന്നെയാണ് പറയുന്നത് ഡാൻസിന് പോവാ, മീൻസ് പഠിക്കാൻ പോവാ, എന്തായാലും ടൈം ഉണ്ടല്ലോ, വന്നു കഴിഞ്ഞാൽ അതിന് പോവെന്ന് പറയും. പിന്നെ എല്ലാം കൂടി ഭയങ്കര ഹെക്ടിക് ആവുന്നതുകൊണ്ടാണ് അതിനായിട്ട് മെനക്കെടാത്തത്. വേണമെങ്കിൽ ഡൽഹിയിൽ വിട്ട് വേണമെങ്കിലും പഠിക്കാന്നൊക്കെ പറയും. സപ്പോർട്ടീവാണ്, ഫാമിലി ആണെങ്കിലും സപ്പോർട്ടീവാണ്. ശരി ശരി. എപ്പോഴെങ്കിലും കുട്ടികളെ നൃത്തം പഠിപ്പിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, പക്ഷേ അത് നമ്മുടെ കയ്യിലല്ലല്ലോ. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ അല്ല, വേറെ ആർക്കെങ്കിലും ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും വേദിയിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിട്ട്? അങ്ങനെ എന്റെ കസിൻസിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിലുണ്ടായപ്പോ, സ്റ്റേജ് പ്രോഗ്രാമിന് ചെറിയ ഡാൻസ് വേദി. ഞാൻ സ്കൂളിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിന് കൊറിയോഗ്രാഫ് അങ്ങനെ ഒരുമിച്ച് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഫ്രണ്ട്സിന്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ നാട്ടിലെ കൂടുതൽ ഞാൻ പറഞ്ഞ ടീച്ചറിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഞങ്ങൾ കൂടുതൽ അമ്പലത്തിൽ നിന്ന് കളിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് നയിക്കും, ഞങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് ഞാൻ ആദ്യം ഡാൻസ് കളിച്ചത് സൗദിയിലായിരുന്നു, നവോദയ എന്ന് പറഞ്ഞൊരു സംഘടനയൊപ്പമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ തന്നെയായിരിക്കും ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്യുക. സോ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒക്കെ കളിച്ചിട്ടുണ്ട് ഒരുപാട്. ഡോക്ടർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ലേ? എനിക്ക് ഇവിടെ ശുഭ ടീച്ചറിന്റെ അണ്ടറിൽ തന്നെയാണ്, ആഴ്ചക്കാഴ്ചക്ക് പ്രോഗ്രാം ആയിരുന്നു ടീച്ചറിന്റെ അണ്ടറിൽ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാൻസ് ആയിട്ട് പോലും ഓട്ടവും തിരക്കൊക്കെ, പക്ഷെ അത് വേറെ തന്നെ ഒരു ലൈഫായിരുന്നു. അതുപോലെ ഈ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്ന് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ ഇഷ്ടംമാതിരി വരാറുള്ള സ്ഥലമാണ് കേരള സമാജം, അത് ഇന്ത്യൻ ക്ലബ്ബ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ വന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ കൂടെ നൃത്തം ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ആർട്ടിസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ അവര് വരുന്ന ആ വേദിയിലെങ്കിലും, അതായത് ഒരു നാട്ടിൽ ആർട്ടിസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് സാധാരണയായിട്ട് ബഹ്റിനിലുള്ള കലാകാരന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയുള്ളൊരു നൃത്തം ചെയ്യുകയും പാട്ട് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരവസരം കിട്ടിയാൽ ചെയ്യും. ശരി. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കുക്ക് ചെയ്യൂ? വീട്ടിലമ്മ മാഗിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യാറുണ്ട്. ഹോസ്റ്റലില് പുറത്തായിരുന്നു താമസിക്കുന്നത്, അപ്പം കുക്കിംഗ് മസ്റ്റ് ആയിരുന്നു. ജീവിച്ചു പോകണ്ട കുക്കിംഗ്. ശരി. ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? ചമ്മന്തിയിൽ എന്തൊക്കെയാണ് ഐറ്റംസ് നമ്മൾ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ്? പലതരം ചമ്മന്തി ഉണ്ടല്ലോ. സാധാരണ ചമ്മന്തിയെങ്കിലും പറഞ്ഞോ? തേങ്ങാ ചമ്മന്തി. അതെ, തേങ്ങ ഇടും, പിന്നെ മഞ്ഞള്, മുളക്. മഞ്ഞളോ? ചമ്മന്തിയിൽ മഞ്ഞളോ? മഞ്ഞപ്പൊടി, മുളക് പൊടി, ജീരകം. അല്ല, അങ്ങനെയാണ് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് കൂടി നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞോളൂ. മഞ്ഞപ്പൊടി ഇടുന്ന എനിക്കൊരു സംശയം. തേങ്ങ എടുക്കാം, ചിരവിയ തേങ്ങ എടുക്കാം, ജീരകം ഇടാം, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഒരു കഷ്ണം വെളുത്തുള്ളി ഇടാം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അരയ്ക്കും. എങ്ങനെ അരയ്ക്കും? മിക്സിയിലിട്ട് അമ്മിയില് വേണമെങ്കിൽ അരയ്ക്കാം. എന്നിട്ട് അമ്മിയില് ചോറൊക്കെ തിന്നിട്ട് അരച്ചിട്ട് ചോറിന് വെള്ളം ഒഴിക്കോ? പിന്നെ ഇല്ല, അത്ര. അല്ല, ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ രസമാവൂല. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ ഇട്ടത്. മഞ്ഞപ്പൊടി ഇടില്ലേ? മഞ്ഞപ്പൊടി ഇടുവോ? എനിക്കറിയില്ല. ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ മാഗി, നൂഡിൽസ് അങ്ങനെ അല്ലാതെ? ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. അപ്പൊ ഞങ്ങൾക്ക് ഹോം സയൻസ് പ്രാക്ടിക്കൽസിന് ഇങ്ങനെ മാക്രോണി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാസ്ത. അല്ലാതെ വേറെ ചായ പപ്പക്കോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞേ പ്രേക്ഷകർക്കായിട്ട്. വ്യത്യസ്തമായി എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്? വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ചായ, വെള്ളം, 1 ഗ്ലാസ് വെള്ളം, പിന്നെ 1/2 ഗ്ലാസ് പാല്, അത് തിളക്കുമ്പോ കുറച്ച് ചായപ്പൊടി, പഞ്ചസാര ഇട്ട് ചായ റെഡിയാണ്. അതെ, കുറച്ച് ഇഞ്ചി, അതെ, വേണമെങ്കിൽ പുതിന ടേസ്റ്റിന് വേണ്ടി. ശരി. ചായ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. സിനിമ ഇഷ്ടമാണോ? എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ നിങ്ങള്? ആൽബം അങ്ങനെയൊക്കെ? ഇവിടെ ഒരുപാട് സ്കോപ്പുള്ളൊരു സംഭവം ഈ ആൽബം, ഷോർട്ട് ഫിലിം, അങ്ങനത്തെ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യം. നൃത്തം ചെയ്യാനാണെങ്കിൽ താല്പര്യമുണ്ട്.
ഏത് സിനിമാ താരത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നായക നടൻ? ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ണി മുകുന്ദനെ ഇഷ്ടം. ഒന്നിനെ ഇഷ്ടമാണ്. നടിയാണെങ്കിലോ? ശോഭന. ശോഭന. ഏതെങ്കിലും പർട്ടിക്കുലർ സിനിമ കണ്ടിട്ട് അങ്ങനെ ശോഭനയുടെ ഇഷ്ടം തോന്നിയതാണോ? തുടരും കണ്ടിട്ട്? തുടരുമല്ല, ഇന്നലെയിലെ ശോഭന ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെയിലെ ശോഭന. എനിക്ക് ഇപ്പോഴത്തെ ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടം. പിന്നെ നടിയിൽ എനിക്ക് ശോഭന, മഞ്ജു വാര്യറിനൊക്കെ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? തുടരും. തുടരും അല്ലേ? അതെ. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിന്റെ ഈ ഇന്റർവ്യൂ അടുത്ത ആഴ്ചയും തുടരും. തുടരട്ടെ, എപ്പോഴും തുടരട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. താങ്ക് യു. ഈ ഒരു ഇത്രയും സമയം ഇവിടെ നിന്ന് സംസാരിച്ചല്ലോ, നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തായിരുന്നോ ഇവിടെ വന്നപ്പോ? ഇല്ല. എന്തായിരുന്നു വിചാരിച്ചു? വെറുതെ ഇപ്പൊ നമ്മളിരുന്ന് സംസാരിക്കുന്നു, എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, മനസ്സിൽ തോന്നിയത് പറയാന്നുള്ളൊരു ചോദിക്കുമെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും? മെയിൻലി പ്രൊഫഷണൽ, പിന്നെ ഡാൻസ്, പേഴ്സണൽ ലൈഫ്. അപ്പൊ എന്ത് തോന്നുന്നു ഇത്രയും സമയത്തെ എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. പിന്നെ ക്യാമറയുടെ മുന്നിൽ വരാൻ ഞങ്ങൾക്കൊരു മടി. അതെ, അതാണ് മെയിൻ. അത്രേ ഉള്ളായിരുന്നു. പിന്നെ അല്ലേ? ബഹ്റിനിലെ ജീവിക്കാൻ എങ്ങനെയാണ്? അടിപൊളിയാണ്. അടിപൊളിയാണ്. ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ഇഷ്ടം? ഏറ്റവും ഇഷ്ടം. അതെ, ഏറ്റവും ഇഷ്ടം. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ നാട്ടിലാണ്. അപ്പൊ നാട്ടിൽ സെറ്റ് ആക്കണമെന്ന് പറഞ്ഞ, സെറ്റിൽ ആവണമെന്ന് പറഞ്ഞ സെറ്റിൽ ആവും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം. ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട്, നമ്മുടെ പുതിയ തലമുറ പോകുന്നത് എന്തിന്റെയൊക്കെ പുറകെയാണ് അല്ലേ? എന്തെങ്കിലും പുതിയ തലമുറയ്ക്ക് ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ല? നല്ല മനുഷ്യനാവാം. ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ ആരോഗ്യം നോക്കുക, ആരോഗ്യത്തിന് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാരുടെ ആരോഗ്യം കൂടി നോക്കുക. ഈ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാനുണ്ടോ? മൊബൈൽ ഫോൺ ഇപ്പൊ നമുക്ക് പാടെ ഒഴിവാക്കാനും പറ്റില്ല. ഈ ഒരു ജനറേഷനിൽ, ഈ ഒരു ടൈമിൽ അപ്പടി ഒഴിവാക്കാൻ പറ്റിയൊരു സാധനം അല്ല മൊബൈൽ ഫോൺ. പക്ഷെ യൂസ് ലിമിറ്റഡ് ആക്കുക, വേണ്ട സമയത്ത് മാത്രം എടുക്കാൻ, ഫുൾ ടൈം അതിന്റെ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്യുക. യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല നിർദ്ദേശം തന്നെയാണ്. കൂടുതൽ അതായത് നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ പേരൻസിനോടോ കൂടുതൽ സമയം സംസാരിക്കുക അല്ലെ? കിട്ടുന്ന സമയങ്ങൾ നമ്മൾ മൊബൈൽ ഫോണിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയുടെ പുറകെ പോകാതെ കൂടുതൽ നേരം സംസാരിക്കുക. ഹ്യൂമൻ ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ. തീർച്ചയായിട്ടും. പണ്ട് കാലത്തൊക്കെ വീട്ടിലെല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുമായിരുന്നു. ഇപ്പോ അങ്ങനെ കൂടിയിരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ എല്ലാവരുടെ കയ്യിൽ ഓരോ മൊബൈൽ ഉണ്ട്, അവരിങ്ങനെ തോണ്ടിയിരിക്കുന്നതായിരിക്കും അല്ലെ? അങ്ങനെ പേരൻസുമായിട്ട് എല്ലാ മക്കളും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുകയായിരുന്നുവെങ്കിൽ ഇപ്പോ ഈ രാസലഹരിയുടെ പുറകെ വളരെ കുറച്ചു പേര് മാത്രമേ പോകുള്ളായിരുന്നു അല്ലെ? അതായത് കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പേരൻസിന് സമയമില്ല, അല്ലെങ്കിൽ അവരെ കേൾക്കാൻ, അവർ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ പേരൻസുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. വന്ന് പറയുമ്പോഴത്തേക്ക് അത് കേൾക്കാനുള്ള മനസ്സില്ല, സമയമില്ല, ഒന്നുമില്ല. കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും മക്കൾ നമ്മുടെ സ്വന്തമാണ്. ആ മക്കൾക്ക് വേണ്ടിയായിരിക്കണം പാരൻസ് എന്നും ജീവിക്കേണ്ടത്. അപ്പോ അതിനുവേണ്ടി മക്കളും പാരൻസും സമയം കണ്ടെത്തണം. നല്ല ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല ഒരു ലോയറായി മാറട്ടെ, അതുപോലെ തന്നെ നല്ലൊരു ഡോക്ടറായി മാറട്ടെ. എല്ലാവർക്കും എന്താ പറയാ, പെട്ടെന്ന് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീർത്ഥയുടെ പേര് ഡോക്ടർ തീർത്ഥ എന്ന് പറയാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിന്റെ ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഫാമിലിയുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്കുഴി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.